ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേദിവസമാണ്. അപ്പോൾ വിഷുവിന് വേണ്ട പടക്കങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോകാണ് കേട്ടോ. അപ്പോൾ അത് ഹോൾസെയിൽ ഷോപ്പായിരുന്നു. നമുക്ക് അത്ര അധികം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇരിങ്ങാലക്കുട ചെമ്പൻ്റെ കടയുടെ അത്ര തിരക്കൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള പടക്കങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കോസ്റ്റ്ലി ഉള്ളതാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ലോക്കൽ ഷോപ്പിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. നമുക്ക് കുറേയൊക്കെ ഹോൾസെയിൽ റേറ്റിലും കിട്ടും. പിന്നെ നമ്മളധികം ഓലപ്പടക്കം മാലപ്പടക്കം അങ്ങനെയൊന്നും വാങ്ങിയില്ല കേട്ടോ. ഓലപ്പടക്കത്തിനൊക്കെ എന്താ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മാലപ്പടക്കമൊന്നും കുട്ടികളുള്ളത് കൊണ്ട് നമ്മളധികം വാങ്ങിയില്ല. അപ്പോൾ മോളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. അവൾ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത് എടുക്കണം എന്ന് പറഞ്ഞ് നമ്മളത് മിസ്സാക്കാണ്ട് എടുത്തിട്ടുണ്ട്. എന്താ പറയുക, കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴെല്ലാം പറയുന്ന ആഗ്രഹങ്ങളിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും അത്ര വലിയ അങ്ങനെ പ്രശ്നങ്ങളുള്ള ആഗ്രഹങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ വർഷത്തിലൊരിക്കലേ വരുന്നുള്ളൂ. പിന്നെ മക്കളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങിട്ടോ. പിന്നെ ഈ കമ്പിത്തിരി, അങ്ങനത്തെ മേശപ്പൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ അവർ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ വിഷു. വൈകിട്ടെത്തിയപ്പോഴേക്കും പൊട്ടിക്കാറായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പൊട്ടിച്ചിട്ടു. ഇതൊരു മയിലിൻ്റെ ടൈപ്പ് സംഭവമായിട്ട് ഇത് 3 എണ്ണമുള്ള സംഭവമുണ്ട്. പിന്നെ ഒരു 5 എണ്ണമുള്ള ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളധികം ഓലപ്പടക്കവും മാലപ്പടക്കമൊന്നും അധികം വാങ്ങിയില്ല. പിന്നെ ഓലപ്പടക്കത്തിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, അധികം കിട്ടില്ലായിരുന്നു തോന്നുന്നു അവിടെ. മാലപ്പടക്കം അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാമെന്ന് തോന്നും. പക്ഷെ ഇവിടെ മക്കളുള്ളതുകൊണ്ട് നമ്മൾ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർ പേടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനത്തെ ഒന്നും ഇങ്ങനത്തെ പൊട്ടുന്ന സംഭവങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനും ചേട്ടനുണ്ടല്ലോ ഇങ്ങനെ കശുവണ്ടി നമുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വയ്ക്കുമായിരുന്നു. ഞങ്ങൾ പറക്കണത്, ഞങ്ങൾ ശേഖരിക്കണത് മൊത്തം. അപ്പം അച്ഛൻ പറയും നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചോ, എന്നിട്ട് നമുക്കത് വിറ്റിട്ട് അത് കിട്ടുന്നതിനൊക്കെ നമുക്ക് ഇങ്ങനത്തെ പടക്കങ്ങൾ വാങ്ങാമെന്ന് പറയായിരുന്നു കേട്ടോ. ചെറുതിൽ ഞങ്ങൾ ഭയങ്കര വാശിയായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ അങ്ങനെ എടുത്ത് വെക്കാനായിട്ട്. ചേട്ടനും ഞാനും കൂടി തല്ലുകൂട്ടായിരുന്നു. പിന്നെന്താ പറയുക, മത്സരമായിരുന്നു എന്നൊക്കെ പറയാം. അതൊരു മെമ്മറിയാണ് വിഷുവിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ വിഷുവിന് നമ്മൾ എന്താ പറയുക, ഈ സംഭവങ്ങൾക്കൊന്നും ഒരു കുറവ് വരുത്തില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി കേട്ടോ. അപ്പോൾ രാത്രി തന്നെ നമ്മൾ വിഷുക്കണി ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പുലർച്ചെ എഴുന്നേറ്റ് ഫ്രഷായി നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് മക്കൾസിനെ ബാക്കിയുള്ള എല്ലാവരും വിളിച്ച് കണിയൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടൊരു വൈബ് തന്നെയല്ലേ വിഷുക്കണി കാണാം. വിഷുവിന് കൈനീട്ടം വാങ്ങുക, കൊടുക്കുക, ഇതെല്ലാം കണി കാണൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുക്കിംഗ് സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഫുള്ള് സദ്യയായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും കുക്കായി കഴിഞ്ഞു. നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് പായസവും പിന്നെന്താ പറയുക അവിയലും മാത്രമാണ് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൽ പായസം അവിയലിൽ നമുക്ക് ലാസ്റ്റ് എന്താ പറയുക ഫിനിഷിങ് വർക്കാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ വേപ്പിലും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അവിയൽ നമ്മുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ പായസത്തിനായിട്ട് നമ്മൾ സേമിയൻ്റെ മിക്സാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിൽ പിന്നെ പാല് മാത്രം ആഡ് ചെയ്താൽ പോലെ ബാക്കിയൊക്കെ അതിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേമിയ മിക്സ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പായസം സേമിയ വയ്ക്കുന്നത് സിമ്പിളാണെങ്കിലും പക്ഷേ അതിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമല്ലേ, അതിൻ്റെ കുക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ഇത് അവർ പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ 1 സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. അത് മെൽറ്റാവുന്നതോടുകൂടി നമ്മളത് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സേമിയ എന്ന് പറഞ്ഞ സാധനം ഓവർ കുക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഇരുന്ന് ആ പാല് മൊത്തം കുടിച്ച് വീർത്ത് അതൊരു ടേസ്റ്റ് ഇല്ലാണ്ടായി പോകും. പിന്നെ ഇത് വിഷുക്കട്ടയാണ് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ വിഷുക്കട്ട, പാച്ചോറ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് സേഫ്റ്റി ആക്കി വെച്ചു കേട്ടോ. ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരപ്പാനിയാണ്, അത് കൂട്ടി കഴിക്കാനാണ്. പിന്നെ മാങ്ങ കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ട് കേട്ടോ. അതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ സദ്യ ഇതൊക്കെയാണ്. സദ്യ ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സദ്യക്ക് നമുക്ക് ചിപ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പുളിയിഞ്ചിയും മാങ്ങാച്ചാർ, കായുപ്പേരി, ഇഞ്ചിത്തൈര്, അവിയൽ, പപ്പടം, വിഷുക്കട്ട, പിന്നെ പായസം, മാമ്പഴ പുളിശ്ശേരി, സാമ്പാർ,
ചോറ്, പായസം, ഇതായിരുന്നു കേട്ടോ നമ്മുടെ സദ്യയുടെ മെയിൻ ഐറ്റംസ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് വിഷുവിന് നല്ലൊരു സദ്യ കഴിച്ചു കേട്ടോ. വിഷു സദ്യയുടെ മെയിൻ വിഭവമാണല്ലോ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചോറൊക്കെ വിളമ്പി സെറ്റാക്കി. അപ്പോൾ എൻ്റെ താഴെ മോൻ ഞങ്ങൾ വിളമ്പുന്ന കണ്ടിട്ട് ചോറൊക്കെ വിളമ്പി. പിന്നെ എല്ലാതും അങ്ങനെ തൊട്ട് നോക്കി ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. ഇത് കഴിക്കാനാണോ എന്താണെന്നൊക്കെ ആൾക്കൊരു പിടുത്തമില്ലാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മോൾക്ക് പിന്നെ ചോറ് കണ്ടാൽ അലർജിയാണ്. എന്നാൽ നമ്മൾ ഓരോന്നൊക്കെ പ്രൊമോട്ട് ചെയ്ത് മൊത്തം കഴിച്ചായിരുന്നു കേട്ടോ. മോൻ കുറേ പപ്പടം എടുത്ത് നോക്കുന്നുണ്ട്, മാമ്പഴ പുളിശ്ശേരിയുടെ മാമ്പഴം എടുത്ത് പൊക്കുന്നുണ്ട്, അങ്ങനെ കുറേയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് താഴെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് മുകളിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ മോന് അച്ഛൻ്റെ മടി കയറിക്കുന്നുണ്ട്, താഴെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ലാസ്റ്റ് ആൾ കൂടി ഒരു കുട്ടി കസാര എടുത്തിട്ട് വന്ന് അതിൽ കയറിയിരുന്നിട്ട് തന്നെ എന്താ പറയുക, ആ കസാരയിൽ നിന്ന് താഴേക്ക് വന്ന് ചോറ് വാരിയിട്ട് കുറച്ച് ചോറൊക്കെ അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നിലത്ത് പോയി. നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവൻ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ച് കുറച്ചൊക്കെ പോയാലും കുറച്ചൊക്കെ ആളുടെ വയറ്റിലെത്തിയല്ലോ, ആ ഒരു സന്തോഷം. എന്നാലും ആൾ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ കുറേയൊക്കെ ട്രൈ ചെയ്തു കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാനും കഴിക്കുന്നുണ്ട്. പിന്നെ ബാക്കി അതിൽ കുറച്ച് ചോറുള്ളത് കുട്ടിയുടെ അച്ഛനും കഴിച്ചു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അവിടെ സെൻറ്ററിൽ ചോറ് പോയതുകൊണ്ട് ശരിക്കും ഇരിക്കാൻ പറ്റില്ല. ചോറിൽ ചവിട്ടുമ്പോൾ അവന് ബുദ്ധിമുട്ടായിട്ട് 2 കാലും മാറ്റി വെച്ചിട്ട് ചോറിൽ ചവിട്ടാണ്ട് ഭയങ്കര സ്കില്ലായിട്ടിരുന്നിട്ട് പപ്പടം കഴിക്കാനേ. ഇത് എന്താ പറയുക, നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ട് എനിക്ക് നല്ലൊരു മെമ്മറി ആയിരുന്നു മോനായിട്ടുള്ള വിഷുവിൻ്റെ. യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോൾ അവൻ വലുതാവുമ്പോഴെല്ലാം എന്നെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അവിടെ പോയതിന് ശേഷമുള്ള ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും കണ്ട സന്തോഷം, പിന്നെ എല്ലാവരുടെ അടുത്ത് ഫോണൊക്കെ പിടിച്ച് നിൽക്കണ്ടേ. അപ്പം നമ്മളതൊന്നും എടുത്തില്ല. അച്ഛനമ്മേനെ എല്ലാവരും കണ്ടു, ചേട്ടനെ കണ്ടു, എല്ലാവരും കണ്ടു, ഹാപ്പിയായി. കൈനീട്ടങ്ങളൊക്കെ കൊടുത്തു, കുറച്ച് കൈനീട്ടങ്ങളൊക്കെ കിട്ടി. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ എൻ്റെ വീട്ടിൽ പോയിട്ടോ. വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മേനെയൊക്കെ കണ്ടു. അപ്പോൾ നമ്മളധികം വീഡിയോസൊന്നും എടുത്തില്ല, ഫോണേ എടുത്തില്ല എന്ന് പറയാം. അവരെ കണ്ടപ്പോൾ അതെല്ലാം മറന്നു. കുറേ ഹാപ്പിനെസ് കിട്ടി. പിന്നെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു. നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നെ അവിടെ കുറേ പടക്കമൊക്കെ പൊട്ടിച്ചു. എല്ലാവരും കണ്ട ഒരു പ്രത്യേക സന്തോഷമല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ അതൊരു നൊസ്റ്റാൾജിക് മെമ്മറി അല്ലേ. എല്ലാവരും കാണാം, പാരൻസിനെ കാണുന്നതിന് അത്രയും വലിയ സന്തോഷമില്ലേ നമുക്ക്. വീട്ടിലേക്ക് പോണ വഴി കുറച്ച് കഴിയുമ്പോൾ നല്ല രസമായിട്ട് അങ്ങനെ പാടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോവാം. പുഴയും വയലും എല്ലാം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോവാം കേട്ടോ. അപ്പോൾ അത് നല്ല രസമാണ്. അവിടെ ചെന്നിട്ട് പിന്നെ വിഷു കഴിഞ്ഞിട്ടും അങ്ങോട്ട് കൊടുക്കൽ ഇങ്ങോട്ട് കിട്ടൽ. പിന്നെ നമ്മൾ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് എൻ്റെ മേമയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ വിഷുക്കട്ടിയും പിന്നെ അവിടെ ചിക്കൻ വരട്ടി പോലെ മെമ്മ വെച്ചിട്ടുണ്ട്. അത് പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം മാങ്ങാക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വിഷുക്കട്ടിയും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പല്ലേ വിഷു ആഘോഷിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.